ഈ ഹാളിൽ വന്നിരിക്കുന്ന കുഞ്ഞെ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് നിൻ്റെ ആയുസ്സിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. നിനക്ക് വീടുണ്ടെങ്കിൽ, നിനക്ക് കാറുണ്ടെങ്കിൽ, നിനക്ക് ജോലിയുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നൊരപ്പനെ കിട്ടിയെങ്കിൽ, പ്രാർത്ഥിക്കുന്നൊരമ്മയെ കിട്ടിയെങ്കിൽ, നല്ല ആരാധിക്കുന്നൊരു സഭയെ കിട്ടിയെങ്കിൽ, നല്ലൊരു ദൈവദാസനെ നിനക്ക് വേണ്ടി ഇടിവ് നിൽപ്പാൻ കിട്ടിയെങ്കിൽ മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ്. നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ, ഇന്ത്യയിൽ വരുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യണം. പാലക്കാടേക്കോ കോയമ്പത്തൂരേക്കോ ബോംബെയിലേക്കോ മദ്രാസിലേക്കോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ പുറമ്പോക്കുകൾ കാണാം. റെയിൽവേ പുറമ്പോക്കുകളിൽ പ്ലാസ്റ്റിക് ചാക്ക് ചരിച്ചു കെട്ടി ആയിരക്കണക്കിന് കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. അവരുടെ വിവാഹം, അവരുടെ ഹണിമൂൺ എല്ലാം അതിനകത്താണ്, അവരുടെ പ്രസവമല്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ അന്തി ഉറങ്ങുന്നവരെ കാണാം, ബസ് സ്റ്റാൻഡുകളിൽ ഉറങ്ങുന്നവരെ കാണാം, ഓവർ ബ്രിഡ്ജുകളുടെ അടിയിൽ കിടക്കുന്നവരെ കാണാം. നിങ്ങൾ ട്രെയിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ചവിട്ടിക്കൊണ്ടുവന്ന ചെളികൾ തൂത്തുവാരി നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നവരെ കാണാം. ഒരു നേരത്തെ ആഹാരത്തിന് വയറ്റത്തടിച്ച് പാടുന്നവരെ കാണാം. ഹോട്ടലിൻ്റെ വേസ്റ്റ് കോനയിൽ നിന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വലിച്ചു വാരിയിട്ട് തിന്നുന്നവനെ കാണാം. ഞാൻ ചോദിക്കട്ടെ, നീ എന്തുകൊണ്ട് റെയിൽവേ പുറമ്പോക്കിൽ ജനിച്ചില്ല? നീ എന്തുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ അന്തി ഉറങ്ങുന്നവനായി മാറി? ഒരു നേരത്തെ ആഹാരത്തിന് നീ വയറ്റത്തടിച്ച് പാടുന്നവനായി എന്തുകൊണ്ട് മാറിയില്ല? വേസ്റ്റ് കൂനയിൽ നിന്ന് വലിച്ചിട്ട് തിന്നുന്നവനായി നീ എന്തുകൊണ്ട് മാറിയില്ല? നീയും ഞാനും ഇന്ന് അനുഭവിക്കുന്ന സകല നന്മയ്ക്കും ഒരു പേരുണ്ട്. അതിൻ്റെ പേരാണ് കൃപ. വായം തുറന്ന് കൈ ഉയർത്തി പറ, കൃപ. അർഹതയില്ലാത്ത ദൈവത്തിന്റെ ദാനം. ചിന്തിച്ചാ മതി, ഞാൻ എന്തുകൊണ്ട് അവിടെ ജനിച്ചില്ല? നീ അവധിക്ക് ചെല്ലുമ്പോൾ നിന്നേക്കാൾ മാർക്ക് വാങ്ങിയവരും ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നവരും നിന്നോട് സഹായം ചോദിച്ച് കൈനീട്ടി വരും. മക്കളെ, ഇന്ന് നീ അനുഭവിക്കുന്ന നന്മയുടെ പേരാ കൃപയെന്ന് അഹങ്കരിക്കരുത്. നിനക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ, നിനക്കാരോഗ്യമുണ്ടെങ്കിൽ, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കൃപ. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മ.